ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പൊറോട്ട ഉണ്ടാക്കാം. ഈ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് സോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ ബട്ടറും മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല രുചിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് മൈദ ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർക്കാം. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇത് നാലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അധികം ടൈറ്റായിട്ടല്ല, ഒരല്പം ലൂസായിട്ട് വേണം കുഴച്ച് വെക്കാൻ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൂടുതൽ ടൈറ്റായി പോവരുത്. അങ്ങനെയാകുമ്പോൾ പൊറോട്ട വല്ലാതെ ഹാർഡായിരിക്കും. അതുകൊണ്ട് ഒരല്പം ലൂസായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് വെച്ചിട്ട് ബൗൾ ഇവിടെ അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതുപോലെ കുഴച്ച് വെച്ചിരിക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടാനുള്ള ബട്ടറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബട്ടർ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഈ ബട്ടറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യാം. ഉണക്കമുളക് വീട്ടിലുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബാസിൽ ലീവ്സും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടോ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ പൊറോട്ടയ്ക്ക് കുഴച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 2 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അത്രയും മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് പരത്തുന്നത്. എണ്ണ തടവിയിട്ട് തന്നെ പരത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഈ പൊറോട്ട ഞാൻ അടിച്ചിട്ടല്ല, വളരെ നേരിയതായിട്ട് പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കുക. എണ്ണ തടവുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് പറ്റാവുന്ന അത്രയും നേരിയതായിട്ട് ഇത് പരത്തുക. അതിന് ശേഷം നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്യണം. കാരണം നമ്മളിത് 2 പൊറോട്ടയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പൊതുവേ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി പെട്ടെന്നങ്ങ് തീരും. ഈ 2 ഒരുമിച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് ജോലി തീരും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടറും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർന്ന് മിക്സ് ഇതിൻ്റെ മുകളിൽ 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ മതിയാവും. എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ചുരുട്ടി എടുക്കുക.
ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പൊറോട്ട ചുരുട്ടുന്നത് പോലെ നമുക്കിത് ചുരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം ഏറ്റവും അറ്റത്തുള്ള ഭാഗം നമുക്ക് താഴോട്ടേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഉള്ളോട്ടേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് രണ്ടാമത്തേതും റോൾ ചെയ്തെടുത്തിട്ട് ചുരുട്ടി വെക്കാം. രണ്ടാമത്തേതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ പൊറോട്ടയുടെ മാവ് ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ പുരട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഈ മാവ് എടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ അധികം തിക്കായിട്ടും അധികം തിന്നായിട്ടും പരത്തരുത്. ചപ്പാത്തിയേക്കാളും ഒരല്പം വണ്ണത്തിൽ പരത്തിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഒരു ഉണങ്ങിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തീരെ നേരിയതായിട്ട് പരത്തരുത്, എന്നാലും വല്ലാത്ത കട്ടിയും ആവരുത്. ഒരു ചപ്പാത്തിയേക്കാളും ഒരല്പം വണ്ണത്തിൽ പരത്തിയെടുക്കുക. ഈ ഒരു പാകത്തിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും പരത്തി വെക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട മുഴുവനും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. പൊറോട്ട ചുടാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഓടാണ് വച്ചിരിക്കുന്നത്. ഇതിൽ 3 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാം. അതുകൊണ്ട് നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറുതൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ചൂടായ ഓട്ടിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാനിതിൻ്റെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. കാരണം നമ്മളിത് കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വെക്കുകയാണെങ്കിൽ പൊറോട്ട ഒരു ഉണങ്ങിയതുപോലെ ഉണ്ടാവും. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലായിരിക്കും പൊറോട്ട ഒന്നുകൂടി നന്നായിട്ട് കിട്ടുക. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. കാരണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ഉണങ്ങി കിടക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. പൊറോട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ അടുത്ത പൊറോട്ട വേവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൊറോട്ട ഒന്ന് അടിച്ചെടുക്കണം. ചൂടോട് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാൻ. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ പൊറോട്ട അധികം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കേരള പൊറോട്ട പോലെ കൂടുതൽ അങ്ങ് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇത് കുറച്ചൊന്ന് ഇതുപോലെ അടിച്ചെടുത്തിട്ട് തന്നെയാണ് കഴിക്കുന്നത്. കാരണം നമുക്ക് കേരള പൊറോട്ട കഴിച്ച് ശീലമുള്ളവർക്ക് അടിക്കാത്ത പൊറോട്ട കഴിക്കാൻ വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പൊതുവേ നന്നായിട്ട് അടിച്ചിട്ട് തന്നെയാണ് ഈ പൊറോട്ടയും കഴിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ പുരട്ടി കൊടുക്കാം. അത് കുറച്ച് അവിടെ ബാക്കി വെക്കണം. ഇനിയിപ്പോൾ ബാക്കിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബട്ടർ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഇതിൻ്റെ മുകളിൽ പുരട്ടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും ബട്ടർ പുരട്ടുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ബട്ടർ പുരട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ പൊറോട്ട ഡ്രൈ ആയി പോവില്ല, നല്ല രുചിയുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം. ബട്ടർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ പൊറോട്ടയിലും ഇതുപോലെ ബട്ടർ പുരട്ടി വെക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതങ്ങ് കഴിക്കാൻ തോന്നും. അത്രയും കാണാനും കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ പൊറോട്ട ഉണ്ടാക്കുള്ളൂ. അത്രയും രുചിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.